കഴിഞ്ഞ വർഷം കരഞ്ഞ കൂടുക, ഈ വർഷം അതാ ഒത്തിരി എത്തി. ഞങ്ങളെ വയനാട് കയറാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ട് പോണ. ആദ്യമായിട്ടാണ്. കൊണ്ട് പോണതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. ബാക്കി അവിടെ എത്തിയിട്ട് ചെറിയൊരു ട്രാവൽ ബ്ലോഗ് ആക്കാം അല്ലേ മോറ്റ? ഇല്ലടാ, വളവും തിരിവൊക്കെ വളക്കിയേക്കൂല്ലേ? ഇല്ലേ നേരെ പോവോ? കേറ് കേറ്. ഇപ്പൊ പുന്നക്കല് ഇല്ലടാ, അത് പുന്നക്കലല്ലേ? പുന്നക്കല്. ഓക്കെ. ഇത് ഉറങ്ങിപ്പോയതുകൊണ്ട് ആള് ചേഞ്ചായി. ചേട്ടായിക്കുട്ടി പോയി, ആദ്യക്കൂട്ടം എൻ്റെ കൂടെ കയറി. ഞങ്ങള് ഇപ്പൊ അടിവാരത്തെത്തി എത്തിട്ടോ. അടിവാരത്തെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിസ്ക് ആണ്. റിസ്ക് പോയി. ചുരം കയറി എത്തി മക്കളെ. 9-ാം വളം എത്തിയില്ലേ? 9-ാം വളം എത്തിയില്ലേ? ആ ചുരം കയറി എത്തി മക്കളെ. ചുരം ആണോ? അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടിതാ വയനാട് ചുരം ഞങ്ങൾ കയറി സ്കൂട്ടിയും കൊണ്ട്. അയ്യോ, ഇവിടെ എത്തി തന്നെ അത്ഭുതമാണ് കേട്ടോ. ഭയങ്കര അത്ഭുതം. കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ 9-ാം വളവിലെത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യം ഇതാ അച്ഛയും ചേട്ടായിക്കുട്ടി അവിടെ ഉണ്ട്. അവർ സൈഡാക്കി. എൻ്റെ ക്യാമറയും ഫോണും അത്ര ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ലേശം ഭംഗി കുറയും. പക്ഷെ എൻ്റെ കണ്ണുകൾക്ക് ഇവിടെ അയ്യോ, എനിക്ക് അങ്ങോട്ട് ദൂരോട്ട് നോക്കാൻ വയ്യ. ഞാനിവിടെ കൈ പിടിച്ചു വെച്ചിട്ട് ഈ കമ്പിക്കില്ലേ, ഈ കമ്പിയുമ്പോൾ കൈ പിടിച്ചു വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അത്രയും പേടിയാ ഈ റോഡ് സൈഡ് നിൽക്കാൻ. അപ്പം മതി, പോവാല്ലേ? വാ ആദ്യക്കുട്ടാ. അയ്യേ, ആദ്യം എന്താ ഇവിടെ ഇരിക്കുന്നേ? പോരൂ ആദി, ഇവിടെ ഇരിക്കണോ? പോരുന്നില്ല എൻ്റെ അമ്മേ. ആദി അങ്ങനെ ഇവിടെ കരിന്തണ്ടൻ സ്മാരകത്തിനടുത്തെത്തി കേട്ടോ. വയനാട്ടിലേക്ക് വഴിതെളിച്ച നമ്മളെ കരിന്തണ്ടൻ. കരിന്തണ്ടനെ മരത്തിൽ കെട്ടിയിട്ടേക്കാന്ന് ആദ്യക്കൂട്ടം പറയുന്നത്. ആ, മഴ പെയ്തു. മഴ ചോർന്നിട്ട് പോവാല്ലേ? വാങ്ങിക്കാതി. നിനക്ക് എന്താ വേണ്ടേ? മാങ്ങ? ആദിക്ക് മാങ്ങ. എനിക്ക് പൈനാപ്പിളിൻ്റെ ഒരു പീസ് ആണ്. കുടുവിന് വേണ്ട? കുടുവിന് വേണ്ട? കുടുവിന് പിന്നെ എന്താ വേണ്ടേ? താങ്ക് യു.
സൂപ്പർ കൂടു. ഇവൻ മാങ്ങ വാങ്ങി. എന്താ മഴ പെയ്തു, മഴ ഇങ്ങോട്ട് കേറിക്കാം. കൽപ്പറ്റ എത്തിയതിന് ശേഷം പിന്നെ ചെരുപ്പില്ലാത്തവർക്കൊക്കെ ഒരു ചെരുപ്പൊക്കെ വാങ്ങിയിട്ടോ. കൊടുവിന് കുറേ ആയി ചെരുപ്പ്. അങ്ങനെ കൊടുവിനും എല്ലാവർക്കും ഓരോ ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. ഇതിപ്പോൾ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞങ്ങൾ കൽപ്പറ്റയല്ലേ, ഇവിടെ എത്തിയപ്പോൾ നിർത്തിയതാട്ടോ. കൊടു ഓടിപ്പോയിട്ട് ഇതാ ഇവിടെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, ആ ചേട്ടന് ചിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടു എവിടെയാന്ന് ഓർത്തിട്ട് ഓടി കയറി. സന്തോഷമില്ല മോനിക്ക്, മടുത്തെന്ന് തോന്നുന്നുണ്ട്. മോൻ്റെ സന്തോഷമില്ല. അവനിപ്പോൾ ഒരു ജ്യൂസ് വേണം. ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് ഇല്ല, യാത്ര മാത്രമേ ഉള്ളൂ. എന്താണ് ചെറുനാരങ്ങ? ചെറുനാരങ്ങ ഓ ഇതാ കൊടുക. ചെറുനാരങ്ങ കുഞ്ഞി കയ്യിലെ ലേശം ഹൈബ്രിഡ് ചെറുനാരങ്ങ അല്ലേ? അത് ശരി, എല്ലാരും ടേസ്റ്റ് നോക്കാം. അതെ മധുര. ആ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മ എല്ലാരും കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടേ പോണുള്ളൂ. സൈഡ് കുഞ്ഞേ, സൈഡ് തൊപ്പിയും കൊണ്ട് അമ്മ പിടിക്കാം. അങ്ങനെ പിന്നെ വെള്ളമെല്ലാം കുടിച്ച് പിന്നെ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഓടുവഴി, ഇങ്ങനെ എന്താ പറയുക, കുറുക്ക് വഴിക്കൊക്കെ കയറി ഞങ്ങൾ ഇങ്ങനെ കേണിച്ചിറയാണ് കേട്ടോ സ്ഥലം. അപ്പം അങ്ങനെ കേണിച്ചിറയ്ക്ക് പോന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ജീവിതത്തിൽ ഇത്രയും ആസ്വദിച്ച യാത്ര അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെ വണ്ടി ഓടിച്ച്. സ്കൂട്ടി ഓടിച്ച് ഇത്രയും ദൂരം വരാൻ കഴിയുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷേ വരാൻ പറ്റി. ഇങ്ങനെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോണ വഴി മാങ്ങയൊക്കെ അതൊക്കെ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആദ്യകൂട്ടൻ അരിയുണ്ട വാങ്ങിയിട്ട് അരിയുണ്ടേൻ്റെ പാക്കറ്റ് വാങ്ങും. എന്നിട്ട് അവർ പൊട്ടിച്ചിട്ട് തിന്നുമ്പോൾ ഞങ്ങളെ വണ്ടി അടുത്തെത്തുമ്പോൾ നിർത്തി തരും, ഞങ്ങൾക്ക് ഓരോന്ന് തരും. അങ്ങനെ എന്താ പറയുക, ഓരോന്നൊക്കെ തിന്നുകൊണ്ടും. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ മുന്നിൽ പോകുമ്പോൾ അവർ വാങ്ങും, എന്നിട്ട് അവർ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് തരും. അങ്ങനെയാണ് കുറച്ച് ഒരു 7up വാങ്ങി. അപ്പോൾ അവർ വെള്ളം കുടിക്കാൻ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് തരും. അങ്ങനെ വണ്ടിയിൽ കയറി വെള്ളം കുടിച്ച് അങ്ങനെ ഇറങ്ങി അടിപൊളിയൊരു യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ടോ. എന്താ പറയുക, നമ്മൾ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ. അവരവിടെ ഭയങ്കര കളിയാട്ടോ, അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവുകയെ. അപ്പം ഇവിടെ ഇനി കുറച്ച് എന്താ പറയുക, നമുക്ക് 3-4 പശുക്കിടാവൊക്കെ ഉണ്ട്, ഒരു ലൂണിക്കുട്ടനുണ്ട്. അപ്പം ഇനി ഇവരുടെയൊക്കെ വിശേഷങ്ങളും എല്ലാം നാളെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ പിന്നെ
65. അല്ല ഇതെന്താ എന്തെങ്കിലും ഒരു പേര് പറ. എന്ത് കറിയാത്? സാധാരണ ചിക്കൻ കറി അല്ലേ? 4 പേരുണ്ട്. 4 നാലാ ഞാൻ ചേച്ചിയോളൂ. ഞങ്ങൾ രണ്ടാളുള്ളൂ. നിങ്ങളെ കൈയൊന്നും ഇത് തൊട്ടിട്ടേ ഇല്ല. അല്ല 5 പേരും ഉണ്ട്. 4 ലെഗ് പീസും ഉണ്ടെന്ന് പറയാം. അത് മതി, ഞങ്ങൾക്കുള്ളതുണ്ട്. എനിക്കൊന്നും ഉണ്ട് കേട്ടോ, ഞാൻ ഓർഡർ ആക്കി വെച്ചേക്കാം കേട്ടോ. വയനാട്ടിലെത്തി. ഇനി വയനാട്ടിലെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. നാളെ തണുത്തള്ളത്തിൽ കുടിക്കും. വയനാട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഞങ്ങളെല്ലാവരും വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. എത്തി കുറച്ചു നേരമായിട്ടോ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഞങ്ങൾ കയറിയതാട്ടോ. ചിക്കൻ കറി അടുപ്പിട്ടുണ്ട്. ഇനി നമ്മളെ മിനിച്ചേച്ചിയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, ഞങ്ങളിവിടെ അമ്പലവയലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടൊക്കെ പോകും എന്തൊക്കെയൊന്നും അറിയില്ല. അപ്പോൾ കാണാൻ പറ്റുന്നതൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിക്ക് പൊടി കുഴച്ച് ചൂടാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ വീഡിയോ പിടിക്കാൻ വന്നിട്ടോ. വയനാട്ടിൽ വന്നിട്ട് വീണ്ടും ചപ്പാത്തി വീണ്ടും ചപ്പാത്തി. ഞാൻ വിചാരിച്ചില്ല ഞാൻ എന്ത് പറയുന്ന ആലോചിക്കായിരുന്നു. കൂടന്നീന്ന് ചപ്പാത്തി വയനാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ചിക്കൻ കറി ഉപ്പ് ഒന്നും കൊണ്ടുവന്ന് വെച്ചില്ല. കറി ആയോ നോക്കാൻ വേണ്ടി ഉപ്പ് ഒന്നും കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തല്ലേ കഴിഞ്ഞ വർഷത്തെ ശരിയാ. മുട്ട വെറൈറ്റി മുട്ട അതുണ്ട്. കൂടുതലാ പോയി കറി പോയി. ഇല്ല കൂടുതലൊന്നുമില്ല. ചപ്പാത്തിക്ക് രസം കുറവാ. അപ്പൊ നമുക്ക് റെഡിയാക്കാം. അപ്പൊ ബാലൻസ് ആവും. അപ്പൊ അങ്ങനെ കണ്ടോ കഴിഞ്ഞു. വലിയ പുളിയൊന്നുമില്ല, രസമുണ്ട്. അത് ഒരെണ്ണത്തിനകത്ത് ചാടി ഇറങ്ങിയതാ പുറത്തോട്ട്. ഉണ്ണി ഉണ്ണി അത് ഒരെണ്ണത്തിനകത്ത് ചാടി ഇറങ്ങിയതാ. ചാടി ഇറങ്ങിട്ട് കഴിഞ്ഞ വർഷം കരഞ്ഞ കൂടുക, ഈ വർഷം അതാ ഒത്തിരി എത്തിക്കും. എന്താണ്ടായേ? എന്തായാലും ഒന്നും പറ്റിയില്ല കേട്ടോ. കുടിന്റെ കൈ ചൂടായപ്പോ കൂടു ഏറെറിഞ്ഞാണ്. പോത്തിരിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിഷു ആണ്. എല്ലാവരും പടക്കവും പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കുക. ഇവിടെ മക്കളെല്ലാവരും കത്തിച്ചു. ഒരു കുഴപ്പവും ആർക്കും ഉണ്ടായില്ല കേട്ടോ. പൂത്തിരി കത്തിച്ചോളൂ. ഉണ്ണിവാവ ഉണ്ണിവാവ അമ്മ മാറിക്കമ്മേന്ന്. കളറായി കഴിഞ്ഞു. അങ്ങനെ വിഷു ഇന്നത്തെ വിഷു കഴിഞ്ഞു. അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ.